അല്ലെ എന്നെ ഭയങ്കരമായിട്ട് അല്ലെ ഞാൻ സത്യത്തിൽ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ എടുക്കുന്ന ടീച്ചിങ് ആണ് അല്ലേ സ്വന്തം ഈ സബ്ജക്റ്റ് അല്ലേ സ്വന്തം. കാരണം അവൻ മുറിവ് കെട്ടുക എന്ന് പറയുമ്പോൾ ചില മുറിവ് ഉണ്ടാവണം അല്ലേ സ്വന്തം അല്ലേ? മുറിവ് ഉണ്ടായിട്ടാണ് അല്ലേ സ്വന്തം കെട്ടുക എന്ന് പറയുന്ന അല്ലേ സ്വന്തം. അവൻ ഒരു വാക്യത്തിൽ യോബിന്റെ പുസ്തകം നമ്മൾ വായിച്ചു, അവൻ മുറിവ് കെട്ടുക അവൻ മുറിവ് ഏൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും അവൻ ദൈവം ഉണ്ടാക്കുന്ന ചില മുറിവുകളും ദൈവം കെട്ടുന്ന ചില മുറിവുകളാണ്. പിന്നെ അടുത്ത കാറ്റഗറി മനുഷ്യരുണ്ടാക്കുന്ന ചില മുറിവുകളും ദൈവം കെട്ടുന്ന ചില മുറിവുകളാണ് സ്വന്തം. പിന്നെ അടുത്തൊരു കാറ്റഗറി ചിലത് മനുഷ്യരുണ്ടാക്കിയ മുറിവ് മനുഷ്യൻ തന്നെ കെട്ടിയാവില്ല സ്വന്തം പൊറപ്പിക്കുന്നാവില്ല സ്വന്തമല്ല. ഈ മൂന്ന് മുറിവുകൾ മതിയാവില്ല സ്വന്തമേ. ഒന്ന് നമുക്ക് തിരിഞ്ഞു വരാൻ പാടില്ല, മനുഷ്യനാൽ മുറിവേൽപ്പിക്കപ്പെടുകയും ആലലിയ സ്വന്തം അത് മനുഷ്യൻ തന്നെ അവൻ പൊറപ്പിക്കുകയും ചെയ്യുന്ന ആലലിയ സ്വന്തം 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 അല്ലലിയ സ്വന്തം അവൻ യേശുവിന്റെ രക്തത്തെ അല്ലലിയ മനുഷ്യ ആലലിയ ആ തലത്തിൽ മനുഷ്യനാൽ മുറിവേറ്റു അത് മനുഷ്യൻ തന്നെ കെട്ടി ആലലിയ സ്വന്തം. നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യനാൽ ഏറ്റവും മുറിവാലം. ഫോർ എക്സാമ്പിൾ നമ്മൾ അങ്ങോട്ട് ഓടിപ്പോയി ആലലിയ സ്വന്തം, അല്ലെങ്കിൽ കാർ കൊണ്ട് അങ്ങോട്ട് ഓടിപ്പോയി ഒരുത്തം വന്ന് ഇങ്ങോട്ട് ഇടിച്ചാലലിയ അവൻ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞാലലിയ സ്വന്തം. അപ്പൊ ഈ കഴിഞ്ഞ ഒരു സാക്ഷി നമ്മൾ കേട്ടല്ലോ അല്ലയ മുറിവേറ്റു അവൻ ആ മുറിവുകളെല്ലാം മനുഷ്യൻ തന്നെ അവനെ എടുത്തുകൊണ്ട് പോയി. എന്താ പറ്റി? ഒരാളെ കൈ മുറിഞ്ഞു നമ്മൾ തന്നെ അല്ല കറി കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്ത് പെട്ടെന്ന് എന്ത് പറ്റി? കൈ മുറിഞ്ഞാലില്ല പെട്ടെന്ന് ബാൻഡേജ് എടുത്ത് ചുറ്റി ആലില്ല മനുഷ്യൻ ആലില്ല അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും തലത്തിൽ അവൻ അല്ല ഒരു മുറിവ് മനുഷ്യനാലേറ്റു ആ മുറിവിനെ നമ്മൾ തന്നെ മനുഷ്യൻ തന്നെ ട്രീറ്റ് ചെയ്താലല്ലേ സ്വന്തം. അതെന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഉള്ള മുറിവാണ് ആലലിയ സ്വന്തം. ആ ഫിസിക്കലി ഉള്ള മുറിവിനെ ആലലിയ സ്വന്തം അവൻ അല്ലെ മനുഷ്യൻ തന്നെ അവൻ എന്ത് ചെയ്തു? അവൻ ട്രീറ്റ് ചെയ്തു. മുറിവുണങ്ങി നമ്മുടെയൊക്കെ കയ്യിലും കാലത്തൊക്കെ ഒത്തിരി മുറിവുകൾ വന്നിട്ടാണ് എന്ത് പറ്റിയിട്ടുണ്ട്? ഉണങ്ങിയിട്ടുണ്ട്. അതൊന്നും ആരും കണക്കെടുക്കാറില്ല. അവൻ എന്റെ തന്നെ ഒത്തിരി മുറിവുണ്ട്. ഞാൻ ആ കുസൃതിയാക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരുന്നില്ല ചെറുപ്പത്തിൽ. അപ്പോൾ അപകടങ്ങളിൽ ഒത്തിരി 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 അവൻ കുസൃതികളിൽ ഒത്തിരി മുറിപ്പാടുകൾ ശരീരത്തിലുണ്ടാവില്ല. അപ്പം അത് നമ്മുടെ ഫിസിക്കൽ വോൺസ് ആണ്, ഫിസിക്കലി ഉള്ള മുറിവുകൾ. അവൻ രണ്ടാമത് ഈ മനുഷ്യരുണ്ടാക്കിയ മുറിവുകൾ എന്ത് ചെയ്തു? ദൈവം കെട്ടിയ മുറിവുകളാണ്. ആ പോയിന്റ് വരുമ്പോൾ ആലലിയാസ്തോത്രം അവൻ അല്ല കുറച്ചുകൂടെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ ആലലിയാസ്തോത്രം ദൈവമാ നമ്മളെ സഹായിക്കട്ടെ. ആലലിയാസ്തോത്രം മനുഷ്യരുണ്ടാക്കിയ മുറിവുകൾ അത് മനുഷ്യനെ കൊണ്ട് പൊറപ്പിക്കാൻ പറ്റാത്ത മുറിവുകളായി മാറി. അവൻ അല്ല അവൻ തെറ്റിദ്ധരിക്കരുത്, അത് അവൻ ശരീരത്തിലുള്ള മുറിവുകളല്ല ആലലിയാസ്തോത്രം. ശരീരത്തിൽ ഉള്ള മുറിവുകൾ, ശരീരത്തിൽ മനുഷ്യനുണ്ടാക്കിയ മുറിവുകൾ, ആ മുറിവുകളെ അവൻ മനുഷ്യന് തന്നെ പൊറപ്പിക്കാൻ ആലലിയാസ്തോത്രം. അവൻ എന്നാൽ ഇവിടെ രണ്ടാമത്തെ കാറ്റഗറിയുള്ള മുറിവുകൾ എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയ മുറിവുകൾ അത് മനുഷ്യന് പൊറപ്പിക്കാൻ പറ്റാത്ത മുറിവുകളായി അത് മാറിയ. പിന്നെ മനുഷ്യൻ നിസ്സഹായ അവസ്ഥയിലായി. ആ സമയത്ത് മനുഷ്യനല്ല ആ മുറിവ് പൊറപ്പിക്കാൻ അസാധ്യമായി വന്നപ്പോൾ ഒരു ദൈവത്തിന്റെ സ്പർശനമല്ല സ്വർഗത്തിൽ നിറങ്ങി വന്നിട്ട്
കർത്താവേ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആ ഡേറ്റ് ഒന്നും ഹല്ലേലൂയ സ്തോത്രം നമ്മൾ മറക്കത്തില്ല ഹല്ലേലൂയ സ്തോത്രം. മറക്കോ? അല്ലേ, ഞാൻ മറന്നിട്ടില്ല ഹല്ലേലൂയ. അവൻ പല ഡേറ്റുകളും സംഭവങ്ങളും ആ മുറിവിന്റെ അവസ്ഥകളും ഒന്നും ഹല്ലേലൂയ മറക്കാൻ കഴിയാതെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ആ മുറിവുണങ്ങാതെ ഹല്ലേലൂയ ഇങ്ങനെ കിടക്കുകയാണ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൈമാറാം. കർത്താവേ, നീ എന്റെ മുറിവുകളെ പൊറപ്പിക്കുന്നവനാണല്ലോ, നീ എന്റെ മുറിവുകളെ പൊറപ്പിക്കുന്നവനാണല്ലോ. ഹല്ലേലൂയ, നീ എന്റെ മുറിവുകളെ പൊറപ്പിക്കണം കർത്താവേ. എന്റെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് മുറിവുകൾ കർത്താവേ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, അതിന്റെ കൂടെ ഞാൻ ഹല്ലേലൂയ സ്തോത്രം എടുത്തൊരു സ്റ്റെപ്പ് കൂടെ പറയണ്ടല്ലോ. ഫോർഗീവ്നെസ് ഹല്ലേലൂയ സ്തോത്രം എന്ന ആ വിഷയം കൂടെ ഹല്ലേലൂയ സ്തോത്രം അവിടെ വരും ഹല്ലേലൂയ സ്തോത്രം. ഈ മുറിവുണങ്ങണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഈ ഫോർഗീവ്നെസ് എന്ന് പറയുന്ന വിഷയം സബ്ജക്റ്റാണ് ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. 6 മാസം മൊത്തം ഹല്ലേലൂയ സ്തോത്രം ഈ ഫോർഗീവ്നെസ് പറ്റി ഹല്ലേലൂയ രാവിലെ വൈകിട്ടും ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഞാനിങ്ങനെ ഹല്ലേലൂയ പഠിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ സ്തോത്രം. ഈ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ബന്ധുക്കോസായ നമുക്കൊരു തെറ്റാറുണ്ട്. ആമേൻ ഹല്ലേലൂയ, ഫോർഗീവ്നെസ് എന്ന് പറയുന്ന സംഭവം ഹല്ലേലൂയ സ്തോത്രം ഇപ്പൊ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ഇരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ഹല്ലേലൂയ സ്തോത്രം എനിക്ക് വിരോധമായി ഹല്ലേലൂയ ഒരു സംഭവം ചെയ്താൽ ആ ആമേൻ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ തെറ്റുകാരൻ ക്രിസ്തുവിനാണ് സപ്പോസ് ഹല്ലേലൂയ ക്രിസ്തു തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പം പെന്തക്കോസ്തുകാരായ ഞാൻ പറയും ഹല്ലേലൂയ എന്ത് പറയും? ക്രിസ്തുവിനോട് എന്നോട് ക്ഷമ വയ്ക്കണം, ക്രിസ്തുവിനോട് എന്നോട് ക്ഷമ വയ്ക്കണം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കാൻ ഞാൻ. അപ്പം ഹല്ലേലൂയ, even somebody done something wrong to us, നമുക്കെതിരായി മറ്റു എന്തോ എവിടെ വെച്ചോ എന്തോ ചെയ്തു ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ മുറിവ് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഹല്ലേലൂയ വല്ലാതെ നമ്മളെ അകറ്റാതെ ഹല്ലേലൂയ വേദനിപ്പിച്ചുകൊണ്ട് ഓർക്കുമ്പോ എന്തെയും ഇത് പിന്നെ നമ്മൾ ആ വർഷങ്ങളിലേക്ക് മടങ്ങി പോകും ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൈമാറാം. കർത്താവേ, ആ ചിന്തകളെ ഇന്ന് പകൽക്കാലം നീ എടുത്തു മാറ്റണം കർത്താവേ. നീ മുറിവുണക്കുന്നവനാണല്ലോ ഹല്ലേലൂയ, നീ മുറിവുണക്കുന്ന ദൈവമാണല്ലോ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അതിന്റെ രണ്ടാമത്തെ തലം ഹല്ലേലൂയ സ്തോത്രം അവൻ നമ്മുടെ ജീവിതം. ഒന്നാമത്തെ തലം നമ്മൾ കേട്ടു, നമ്മുടെ ജീവിത യാത്രയിൽ നമ്മളിങ്ങനെ വന്നപ്പോൾ മറ്റു പലരും ഹല്ലേലൂയ സ്തോത്രം നമ്മെ മുറിപ്പെടുത്തിയ ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ രണ്ടാമത്തെ തലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിത യാത്രയിൽ മറ്റു പലരെയും നമ്മൾ മുറിപ്പെടുത്തിയ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ, ആമേൻ, ദൈവാത്മാവ് ഓർമ്മിച്ച വിഷയമായതുകൊണ്ടാണ് ഹല്ലേലൂയ ഈവൻ കുറിവാക്യമില്ലായിരുന്നിട്ട് പോലും ഞാൻ ധൈര്യത്തോടെ എഴുന്നേറ്റിരുന്ന ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ജീവിതയാത്രയിൽ ഇന്നോളം ഹല്ലേലൂയ ആമേൻ ഏറ്റ മുറിവുകളും ഏൽപ്പിച്ച മുറിവുകളും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അവനോട് അടുത്തിരിക്കുന്ന ജനമെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ, അവനോട് അടുത്തിരിക്കുന്ന ജനമെന്ന് നമ്മൾ ഹല്ലേലൂയ അവകാശപ്പെടുമ്പോൾ അവൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ മുറിവുകളുമായിട്ട് ഹല്ലേലൂയ നവീകരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഫോർഗീവ് ചെയ്യാൻ ഹല്ലേലൂയ. ആ മുറിവുകൾ ഏൽപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാം ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ആ വിഷയങ്ങൾ നമുക്ക് കൈമാറാം ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ രണ്ടാമത്തെ മുറിവെന്ന് പറയുന്നത് മനുഷ്യൻ ഏൽപ്പിച്ച മുറിവ്. അപ്പൊ ഈ മനുഷ്യൻ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ അത് ഏൽപ്പിച്ചു. മനുഷ്യനാണ് നമ്മൾക്ക് ഏറ്റവും മുറിവാണ് സ്തോത്രം. ഈ മുറിവ് കെട്ടണമെങ്കിൽ ആമേൻ സ്തോത്രം 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 ആമേൻ ഹല്ലേലൂയ. ഇന്നലെ ഹല്ലേലൂയ സ്തോത്രം. ഇതിന് ഒത്തിരി ഭാഗ്യം ഓർത്ത് വെയിൽ സത്യം പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഞാൻ ഓർത്തായിരുന്നു ഹല്ലേലൂയ, അത് മറന്നുപോയിരുന്നു. ഇപ്പൊ എനിക്ക് ഓർമ്മ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അപ്പോ ഈ മുറിവ് ഉണക്കണമെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറി മുറിവെന്ന് പറയുന്നത് മനുഷ്യൻ ഏൽപ്പിച്ച മുറിവാണ്. അത് ഉണക്കം മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഇത് ഫിസിക്കൽ മുറിവുകളല്ല, ഫിസിക്കൽ വൂണ്ടുകളല്ല. ഫിസിക്കൽ വൂണ്ടുകളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കാം. ഇവിടുത്തെ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയൊരു ഇൻഫെക്ഷൻ ആണെന്തുവാ
മരിച്ചൊക്കെ പോകും ആ ആൾക്കാര്. ഈ MRS വരാത്ത മുറിവുകൾ എപ്പോഴും സൂക്ഷിച്ചാൽ ഒരു ഇൻഫെക്ഷനും വരാൻ പാടില്ല. ഈ ചില മുറിവുകളൊക്കെ അപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻഫെക്റ്റഡ് ആവില്ല. ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആന്റിബയോട്ടിക്സ് വേണ്ട ബഹളങ്ങളും ഒക്കെ ആണല്ലോ മൈൻഡ് ഉണക്കും. എന്നാൽ മനുഷ്യനാൽ ഇൻവിസിബിൾ മേഖലകളിൽ ഏറ്റവും മുറിവുകൾ ഉണക്കാൻ ഒറ്റ ആന്റിബയോട്ടിക്കിനെ കൊണ്ട് കഴിയത്തില്ല. സ്തോത്രം. അത് ഉണക്കണമെങ്കിൽ ആര് വരണം? ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ഞാൻ ഇന്നലെ ഓർത്തെന്ന് പറഞ്ഞാല് ആ മുറിവുകൾ ഉണക്കണമെങ്കിൽ ഹല്ലേലൂയ ആര് വരണം? ഹല്ലേലൂയ ആ നല്ല സമരക്കാരൻ വരണം. ഹല്ലേലൂയ, സ്തോത്രം. ആ നല്ല സമരക്കാരൻ ഹല്ലേലൂയ ആ മുറിവുകൾ കണ്ടിട്ട് ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആ മുറിവുകൾ എന്ത് വെച്ച് കെട്ടി? എണ്ണം വരട്ടി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഹല്ലേലൂയ മനുഷ്യനാൽ ഇൻവിസിബിൾ മേഖലകളിൽ ഹല്ലേലൂയ ഏൽപ്പിക്കപ്പെട്ട മുറിവുകൾ ഹല്ലേലൂയ അവന്റെ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ അവന്റെ പരിശുദ്ധാത്മാവിന്റെ ടച്ചുകളാൽ
അവൻ മുറിവുണ്ടാക്കിയതാണ് ദൈവം തമ്പുരാൻ. അവൻ ചില മുറിവുകൾ ദൈവം ഉണ്ടാക്കുകയും ദൈവം അതിനെ കരിപ്പിക്കുകയും ചെയ്തു, ഉറപ്പിക്കുകയും ചെയ്തു. അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്ന മുറിവിനെ പറ്റുന്ന ഒത്തിരി എഴുതുണ്ടാവും. ടെൻഷൻ അടിക്കേണ്ട. കാരണം ദൈവം മുറിച്ചതാണെങ്കിൽ സ്വത്രം അവൻ തന്നെ കരിക്കുമല്ല ദിവസം, അവൻ തന്നെ പൊറുപ്പിക്കുമല്ല ദിവസം. അവൻ ആദ്യത്തെ 2 കേസിൽ സ്വത്രം അതിലും വലിയ അവന്റെ ആവശ്യമില്ല. എന്നാൽ ഇതിന് കുറച്ചുകൂടെ ഗ്യാരണ്ടീഡ് ആണ്. കാരണം അവൻ എന്നെയും നിന്നെയും അറിയില്ല. നമ്മുടെ ഈ ജീവിത യാത്രയിൽ പലപ്പോഴും ദൈവം തമ്പുരാൻ അതിനെ പലതും മുറിച്ചു മാറ്റി. ഈ മുറിവെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു മുറിവായിട്ട് എടുക്കരുത്. ഒരു വെട്ടത്തെ എടുത്ത് കൈക്ക് വേണ്ടി ഒരു മുറിവ്, അങ്ങനെ ഒരു മുറിവ് അപ്പൊ ഒരു മുറിവാണ്. പക്ഷെ മുറിവിനും പല തലങ്ങളുണ്ടാവുന്നല്ലേ സ്വന്തം. ചില മുറിവെന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ ഇപ്പോൾ നമ്മളൊരാളെ കണ്ടു, ആ പുള്ളിയുടെ ഇവിടെ ഒരു മുറിവ്. ആ മുറിവെന്ന് നമ്മൾ ആദ്യമായിട്ട് പുള്ളി കാണുന്നത്. അദ്ദേഹത്തോട് ചോദിക്കാം, നമ്മളോട് ഇങ്ങനെ ഒരു അസൈൻമെന്റ് തരിക. അപ്പൊ ക്രിസ്റ്റി പറയണം ആ മുറിവ് എങ്ങനെ ഉണ്ടാകും. അപ്പൊ ക്രിസ്റ്റി പറയാം മേ ബി അവൻ പുള്ളി തേപ്പൊട്ടിലൂടാക്കിയിട്ട് അറിയാതെ മുട്ടിയതായിരിക്കും, അല്ലെ? ആയിരിക്കും. അപ്പൊ അടുത്ത ആൾ പറയുമ്പോൾ സൂത്രം വേണമെങ്കിൽ അടിയിടി ഉണ്ടായപ്പോൾ ഏറ്റ മുറിവായിരിക്കും. അടുത്ത ആൾ പറയുമ്പോൾ സൂത്രം മേ ബി അതിലെ സൂത്രം വേറെ എന്തെങ്കിലും സംഭവിച്ചൊരു മുറിവായിരിക്കാം, അല്ലെങ്കിൽ വണ്ടി ആക്സിഡന്റ് ഉണ്ടായതായിരിക്കാം. കുറച്ചുകൂടെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ചുകൂടെ കാര്യം ചിന്തിക്കാൻ മനസ്സിലും അവിടെ വേണമെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന ചിന്തിക്കണമെന്നതായിരിക്കാം മനസ്സിലും. അതും ഒരു മുറിവല്ലേ. അപ്പം പല കാറ്റഗറി മുറിവുകളുണ്ട്. പലപ്പോഴും എന്ത് ചെയ്യാണ്, മുറിച്ച് മാറ്റുന്ന അവസ്ഥകളാണ് പലപ്പോഴും നമുക്ക് മുറിവായിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ പല സംഭവങ്ങളുണ്ട് അല്ല. എന്നാൽ ഇന്നത്തെ പകൽക്കാലം സ്വന്തം ദൈവം തമ്പുരാൻ ചിലതൊക്കെ മുറിക്കുമ്പോൾ, ദൈവം തമ്പുരാൻ അവന്റെ കത്തിയെടുത്ത് അറിയ മുറിക്കുമ്പോൾ സ്വന്തം അതൊരു മുറിവായി നമുക്ക് തോന്നുമെങ്കിലും സ്വന്തം അവൻ ദൈവം ഉദ്ദേശിക്കുന്നത് അവിടെ സ്കൂപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ ചെരണ്ടിയിട്ടാണ് സ്വന്തം ചിലതൊക്കെ ഒഴിവാക്കിയിട്ടാണ് പിന്നെ ആ മുറിവിനെ എനിക്ക് പൊറുപ്പിക്കണമല്ലേ സ്വന്തം. കാരണം അതകത്തങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല സ്വന്തം. ആമേൻ. അപ്പൊ എന്റെ മകൾക്കാണ് സ്വന്തം ഈ 3 മുറിവുകളെ പറ്റി നമ്മൾ കേട്ടില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പറ്റില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയല്ല സ്വന്തം. ആമേ. എല്ലാവരും ഒരു നിമിഷം വചനത്തിന് മുമ്പാകെ നമുക്ക് ദൈവത്തെ ധ്യാനിക്കാമെന്ന് കർത്താവേ. ഹല്ലേലൂയ. ഒന്നാമത്തെ കാറ്റഗറി മുറിവല്ല സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. മനുഷ്യനാൽ ഏൽപ്പിക്കപ്പെട്ട മുറിവ് അത് മനുഷ്യൻ തന്നെ കരിക്കുന്ന സ്തോത്രം. രണ്ടാമത് വായിക്കും മനുഷ്യനാൽ ഇൻവിസിബിൾ മേഖലകളിൽ ഏൽപ്പിക്കപ്പെട്ട മുറിവാണ് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ആ മുറിവുണക്കാൻ മനുഷ്യൻ അസാധ്യമാണ്. അവിടെ ദൈവ സാധ്യം ഇറങ്ങി നല്ല സമരക്കാരൻ എണ്ണ വെച്ച് കെട്ടിയാലില്ല പൊറപ്പിക്കുന്ന മുറിവാണല്ല. മൂന്നാമത്തെ മുറിവാണില്ല എന്റെ എണ്ണിന്റെയും അവൻ വിശുദ്ധീകരണത്തിന് വേണ്ടിയല്ല, സ്വർഗം മുറിപ്പെടുത്തുന്ന മുറിവുകളല്ല. ആ മുറിവ് ഏറ്റവും അവൻ അധികം അനുഭവിച്ച തലമുറയാണ് ഇസ്രായേൽ മക്കളല്ല. അവന്റെ കൽപ്പന വിട്ട് മാറിയ സമയത്തെല്ലാം അവൻ അവരെ മുറിപ്പെടുത്തിയാലില്ല. അവൻ അറിയാം അവരെ എപ്പോഴെല്ലാം നിലവിളിച്ചോ അപ്പോഴെല്ലാം അവരുടെ മുറിവുകൾ അവൻ കെട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മൽക്കാലം മൂന്നാമത്തെ കാറ്റഗറി ദൈവത്താൽ മുറിവേറ്റതല്ല, അത് ഉറപ്പിച്ചതും ദൈവം തന്നെ. ഇന്ന് മൽക്കാലം പ്രിയ മക്കളെ നമ്മൾ വരുന്ന വിധം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ ഇന്ന് മൽക്കാലം എന്റെ ദൈവമേ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്റെ ശരീരത്തിൽ മുറിവുകളേറ്റു, അതൊക്കെ കരിഞ്ഞു പോയി കർത്താവേ. എന്റെ ശരീരത്തിൽ മുറിവുകളേറ്റു, അതൊക്കെ കരിഞ്ഞു പോയി കർത്താവേ. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യനാൽ എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേറ്റ മുറിവുകളിൽ പലതും എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേറ്റ മുറിവുകളിൽ പലതും ഇന്നും കഴിയാതിരിക്കുന്നു. അത് കരിക്കുവാൻ ഈ വൈദ്യശാസ്ത്രത്തിന് സാധ്യമല്ല കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആ മുറിവുകൾ കരിക്കുവാൻ വൈദ്യശാസ്ത്രത്തിന് സാധ്യമല്ല കർത്താവേ. നിന്റെ ഹല്ലേലൂയ സകലം പൊറുപ്പിക്കുന്ന അവൻ എണ്ണ വെച്ച് കെട്ടണം കർത്താവേ. ഹല്ലേലൂയ. അവൻ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവേ എന്റെ ജീവിതയാത്രയിൽ ഈ നിമിഷം വരെയുള്ള സമയത്ത് പല മുറിവുകൾ ഞാൻ ഏറ്റു കർത്താവേ. അതിൽ
നിന്നെ മുറിപ്പെടുത്തി ഹല്ലേലൂയ, ഇൻവിസിബിൾ ആയിട്ട് ഹല്ലേലൂയ, ആർക്കും കാണാൻ പറ്റാത്ത ഹല്ലേലൂയ, അവർ നിന്നെ മുറിപ്പെടുപ്പിച്ചു, നിന്നെ അധിക്ഷേപിച്ചു, നിന്നെ കളിയാക്കി ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, നിന്നെ ഹല്ലേലൂയ ലജ്ജിതനാക്കി തീർത്തു ഹല്ലേലൂയ, എന്തെല്ലാം മുറിവുകൾ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, നിന്റെ കഷ്ടതയിൽ നീ അനുഭവിച്ചു കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവേ, അത്രയൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല, എന്തായാലും പലതും ഹല്ലേലൂയ 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 നിന്നെ പോലെ പറയുവാൻ എനിക്ക് കഴിയുന്നില്ല കർത്താവേ. കൽവരിയിൽ കിടന്നാലും ഞാൻ പറഞ്ഞാൽ ഹല്ലേലൂയ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകുന്നുണ്ട്, ഇവരോട് ക്ഷമിക്കണം. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകുന്നുണ്ട്, ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ മുറിവുകൾ സകലം ഉണങ്ങിയിരുന്നു. ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിലെ ഹോയെ, താങ്ക് യു ജീസസ്, എന്റെ ജീവിതത്തിലെ ഹോയെ, നീ പറഞ്ഞതുപോലെ പറയാൻ സാധിക്കാത്ത മുറിവുകൾ എന്റെ ജീവിതത്തിലുണ്ട് കർത്താവേ. I surrender Lord Jesus. Hallelujah. Hallelujah. I am ready to hand over Lord Jesus. ആ മുറിവുകളെ കർത്താവേ നിന്റെ ചികിത്സയ്ക്കായി ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഫർദർ ഹല്ലേലൂയ ഫർദർ ട്രീറ്റ്മെന്റ് വേണ്ടി കർത്താവേ ഹല്ലേലൂയ. അവൻ ഫർദർ ഹല്ലേലൂയ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഫർദർ ഹല്ലേലൂയ അവൻ ഒന്നുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ നിന്നെ ഹല്ലേലൂയ അതിനു വേണ്ടി കർത്താവേ ഞാൻ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ആ കാൽവരിയിൽ സ്വർഗ്ഗത്തിലേക്ക് നോക്കി പറഞ്ഞ ഫോർമുലയുണ്ടല്ലോ. ഹല്ലേലൂയ. കാൽവരിയിൽ സ്വർഗ്ഗത്തിലേക്ക് നോക്കി പറഞ്ഞ ഫോർമുലയുണ്ടല്ലോ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് നീ ഇവരോട് ക്ഷമിക്കണമേ ഹല്ലേലൂയ പറഞ്ഞതല്ലേ. എന്റെ ജീവിതത്തിലും പറയുവാൻ കർത്താവേ നീ എനിക്ക് കൃപ നൽകണം. Fill me Lord, fill me with your anointing Lord Jesus, fill me hallelujah, fill me Lord hallelujah. എന്ന് പറഞ്ഞാൽ തുടമനാരവ ശംഭുനാരകൽ കടകം അന്തർജല വൈഡവന ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ആയിരിക്കട്ടെ ഹല്ലേലൂയ. In the name of Jesus, touch me Lord Jesus, touch me Lord Jesus. ആ എണ്ണ വെച്ച് നീ എന്നെ കേട്ടണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റു മുറിവുകളെ ഞാൻ കാണുന്നു കർത്താവേ, മറ്റു മുറിവുകളെ ഞാൻ കാണുന്നു. നീ എന്നെ പലപ്പോഴും മുറിപ്പെടുത്തി, അതെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ല കർത്താവേ. ജീസസ്, പലപ്പോഴും എന്റെ ജീവിതയാത്രയിൽ നീ എന്നെ മുറിപ്പെടുത്തി, അതെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ല കർത്താവേ. അതെല്ലാം നീ മുറിപ്പിച്ചല്ലോ. ആ മുറിവുകളൊന്നും സ്തോത്രം അവൻ കാണുന്നില്ല കർത്താവേ. ആ മുറിവുകളെ ഞാൻ ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് എന്നുള്ള തുള്ളുന്ന കർത്താവേ. കാരണം ആ മുറിവുകളെല്ലാം നീ ഉണ്ടാക്കിയതും നീ പൊറുപ്പിച്ചതും അതെല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള മുറിവുകളായിരുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, ഇന്ന് പകൽക്കാലം എന്നല്ല അടികളെല്ലാം നിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതയാത്രയിലെ പോയി പല മുറിവുകളും ഞങ്ങൾക്ക് ഈ 3 കാറ്റഗറിയിലുള്ള മുറിവുകളും ഞങ്ങൾ അനുഭവിച്ചു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചില മുറിവുകളൊക്കെ കരിയാതുണ്ട് കർത്താവേ. നീ എന്നോട് ക്ഷമിക്കണമേ. I choose to forgive them. I choose to forgive them Lord Jesus. I choose to forgive them. ഒരു നിമിഷം ഹല്ലേലൂയ നമുക്ക് കർത്താവിനോട് സംസാരിക്കാം. കർത്താവേ, I choose to forgive them. ആമേൻ. ഹല്ലേലൂയ. കൽവരിയിൽ കിടന്ന് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്നറിയായുണ്ട്, ഇന്നതെന്നറിയായുണ്ട്, നീ ഇവരോട് ക്ഷമിക്കണമേ. താങ്ക് യു ജീസസ്. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, മുറിവുകളെ പൊറുപ്പിക്കുന്നതിന് എണ്ണയ്ക്കായി സ്തോത്രം കർത്താവേ. മുറിവുകളെ ഉണക്കുന്നതിന് എണ്ണയ്ക്കായി സ്തോത്രം കർത്താവേ. മുറിവുകളെ ഉണക്കുന്ന എണ്ണയ്ക്കായി സ്തോത്രം. എന്റെ ആത്മാവിന്റെ ശക്തി അവരിച്ചുകൊണ്ടിരിക്കുന്നതായി സ്തോത്രം. ഇന്ന് വാൽക്കാലമടികളെ മുറ്റുമായി നിന്റെ ബലമുള്ള കരങ്ങളെ കേൾപ്പിക്കുന്ന കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ എന്റെ മുറിവുകൾ ഇന്ന് വാൽക്കാലം നിന്റെ എണ്ണയുടെ ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം
ബലമുള്ളവരെ താഴ്ത്തിയേൽപ്പിക്കുന്നു. സ്വർഗ്ഗം വിഷയങ്ങൾ ഏറ്റെടുത്തിരിക്കാതെ സ്തോത്രമപ്പ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ ഉണ്ടായിരിക്കണമേ. ആമേൻ. ആമേൻ.